ശാലോം പ്രേക്ഷകർക്കെല്ലാം കരുണയുടെ ഞായറിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ വർഷത്തെ കരുണയുടെ ഞായർ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ പ്രത്യേകമായ ജൂബിലി വർഷം പ്രഖ്യാപിച്ച വർഷത്തിൽ വരുന്നു എന്നുള്ളത് പ്രത്യേകതയായി നമുക്ക് കണക്കാക്കാം. കരുണയുടെ ഒരു വർഷം മാർപ്പാപ്പ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഈ അടുത്ത നാളുകളിൽ നാം വായിച്ച അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ നിന്ന്, മറ്റ് എഴുത്തുകളിൽ നിന്ന്, പ്രബോധനങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവം കരുണയാണ്. ആ കാരുണ്യം നാം അനുഭവിക്കുന്നു. ആ കാരുണ്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ നാം വിളിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഈ ഒരു സന്ദേശമാണ് കരുണയുടെ വർഷത്തിൽ മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. ദൈവം കാരുണ്യവാനാണ്. ആ കാരുണ്യം അനുഭവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്തുകൊണ്ട് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും കാരുണ്യം നൽകുക, സ്വയം നമ്മോട് തന്നെ കരുണയുള്ളവരായിരിക്കുക. അടിസ്ഥാന വചനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഏതാണെന്ന് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനമാണ്. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. ഈശോയുടെ കാരുണ്യം നാം എപ്പോഴും പുകഴ്ത്താറുണ്ട്. ഈശോ കാരുണ്യവാനായിരുന്നു. അവിടുന്ന് കാരുണ്യം മറ്റുള്ളവർക്ക് നൽകിയ, നമ്മെ പഠിപ്പിച്ച ഗുരുനാഥനാണ്. ഈശോയുടെ കാരുണ്യം നാം സ്വന്തമാക്കണമെന്നാണ് പലപ്പോഴും നമ്മെ പഠിപ്പിക്കുക. കരുണയുള്ളവരായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങൾ: ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ചോദിക്കുന്നവർക്ക് കൊടുക്കുവിൻ, ഒരു ചെകിട്ട് തടിക്കുന്നവന് മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കുവിൻ. നിങ്ങളുടെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനെ തടയരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണുള്ളത്? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്യുന്നതിൽ എന്ത് പ്രതിഫലമാണുള്ളത്? നിങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കടം കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? തിരിച്ചു കിട്ടുകയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും കടം കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടരോടും ശിഷ്ടരോടും ഒരുപോലെ കരുണ കാണിക്കുന്നു. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മെ ദ്രോഹിക്കുന്നവരെയും ശാസിക്കുന്നവരെയും ശിക്ഷിക്കുന്നവരെയും എല്ലാം സ്നേഹിക്കുക. എങ്ങനെയാണത് സ്നേഹിക്കേണ്ടത്? സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ. ഈശോ പറഞ്ഞില്ല ഞാൻ കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ എന്നല്ല പറഞ്ഞത്. മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ ഈശോയിൽ നിന്നല്ല നാം കരുണ പഠിക്കേണ്ടത്, സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ് കരുണ പഠിക്കേണ്ടത് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം കൃഷിയുടെ മേഖലയിലാണെങ്കിൽ, കൃഷി പഠിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യുക? ഏറ്റവും നല്ലൊരു കൃഷിക്കാരൻ തോമസ് എന്ന വ്യക്തി നല്ല കൃഷിക്കാരനാണെന്ന് അറിയുന്നു. നാം ആ കൃഷിക്കാരൻ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചല്ല കൃഷി ചെയ്യുക. പകരം തോമസിൻ്റെ അടുത്ത് നാം പോകുന്നു, അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കുന്നു, കൃഷി രീതികൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം നാം കൂടുതൽ നന്നായിട്ട് കൃഷി ചെയ്യുവാൻ അവിടെ നിന്ന് പഠിക്കുകയും കൃഷി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. ഇതുതന്നെയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ. കരുണ എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പഠിക്കുന്നത് എവിടെ നിന്നാണ്? അത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പോകുക, പിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, പിതാവായ ദൈവത്തിൽ നിന്ന് കരുണ പഠിക്കുക, ആ കരുണ പ്രാവർത്തികമാക്കുക. പിതാവായ ദൈവം കാരുണ്യവാനാണ്. ദൈവത്തിൻ്റെ കാരുണ്യം പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നന്നായിട്ട് നമുക്കറിയാം.
ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന കാരുണ്യം ഒരു ദിവസം കൊണ്ട് അവതരിപ്പിച്ചതല്ല. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അത് പഴയ നിയമത്തിൽ ഭംഗിയായിട്ട് പഠിപ്പിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-ാം തിരുവചനം. മോശ തൻ്റെ കൽപ്പലകകളുമായിട്ട് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കാണുന്ന വലിയൊരു ദുരന്തം അത് അദ്ദേഹത്തെ വളരെയധികം വിഷമവൃത്തത്തിലാക്കി. തൻ്റെ കയ്യിൽ ദൈവം നൽകിയ കൽപ്പലകൾ വലിച്ചെറിഞ്ഞു, ദൂരെ ഉടച്ചു കളഞ്ഞു. താൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങുവാൻ മുകളിലേക്ക് പോയപ്പോൾ സ്വർണം കൊണ്ട് വിഗ്രഹമുണ്ടാക്കി അതിനു മുമ്പിൽ നൃത്തം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ തൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നതായിട്ട് മോശയ്ക്ക് തോന്നുകയാണ്. അതിനുള്ളൊരു പ്രതികരണമായിരുന്നത്. എന്നാൽ ദൈവം വീണ്ടും മോശയോട് പറയുകയാണ്, നീ വീണ്ടും മലയുടെ മുകളിലേക്ക് വരിക, നിനക്ക് ഞാൻ കൽപ്പനകൾ വീണ്ടും നൽകാം. മോശ വീണ്ടും ചെത്തിയുണ്ടാക്കിയ പ്രത്യേകമായ പീഠവുമായിട്ട് മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അവിടെ മോശയോട് ദൈവം പറയുന്നു, ഞാൻ ആരാണെന്ന് നിന്നോട് പറയാം. ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, പാപങ്ങളും കുറ്റങ്ങളും കടങ്ങളും ആയിരങ്ങളോട് ക്ഷമിച്ച് കരുണ കാണിക്കുന്നവൻ. എത്ര മനോഹരമായിട്ടാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമാണ്, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, പാപങ്ങളും കുറ്റങ്ങളും കടങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഇത്ര മനോഹരമായിട്ടാണ് ദൈവം അവതരിപ്പിക്കുന്നത് താൻ ആരാണെന്ന്. ഈ സ്നേഹം അവിടുന്ന് താൻ ആരാണെന്ന് പറയുക മാത്രമല്ല, തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ദൈവം അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽക്കാർ അടിമത്തത്തിലായിരുന്നു. അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ദൈവം അവരെ എങ്ങനെയാണ് നയിക്കുന്നത്? കാരുണ്യം, സ്നേഹം എല്ലാം അവരിൽ പൂർണ്ണമായിട്ട് ചൊരിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം തിരുവചനം, നമ്മിൽ ആരാണ് ആവേശത്തോടുകൂടി സ്വീകരിക്കാതിരിക്കുക? മരുഭൂമിയിൽ നിശബ്ദതയെ ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവനെ കണ്ടെത്തി, വാരിപ്പുണർന്നു, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി കൂട് ചലിപ്പിക്കുകയും ചിറകുകളിൽ സംവഹിക്കുന്നത് പോലെ അവനെ ഞാൻ സംവഹിച്ചു. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വെറുതെ ഇരിക്കുന്നവനല്ല ദൈവം. മരുഭൂമി അനുഭവത്തിൽ എന്നെ കണ്ടെത്തും. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരെ പോയാലും, പാപം ചെയ്ത് അവനിൽ നിന്ന് അകന്നു പോയാലും, ആ മരുഭൂമിയിലൂടെയാണ് എനിക്ക് ഒരു തുള്ളി ജലം പോലും ദാഹത്തിന് കിട്ടാത്തൊരവസ്ഥയാണ്. അതുപോലെ ഞാൻ വിഷമിക്കുമ്പോൾ ദൈവം എൻ്റെ അടുത്തേക്ക് വരും, എന്നെ അന്വേഷിച്ച് കണ്ടെത്തും. അവൻ എന്നെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? വാരിപ്പുണരും, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ പരിചരിക്കും. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നതാണ് പ്രവാചകനിലൂടെ. നിനക്ക് മുമ്പേ ഞാൻ പോകും. നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ കാരുണ്യം എത്രയുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുക. നാം വലിയ പ്രതിസന്ധിയിലായിരിക്കും, വിഷമത്തിലായിരിക്കും, ബുദ്ധിമുട്ടുകളിലായിരിക്കും. അത് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, പാപത്തിൻ്റെ മേഖലകളിലുള്ള ആത്മീയ ദാരിദ്ര്യമായിരിക്കാം, വലിയ പ്രതിസന്ധികളായിരിക്കാം, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിരിക്കാം, ഇനി ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ഉത്തരമില്ലാത്ത പ്രതിസന്ധിയാണെന്ന് നിരാശയിലേക്ക് കൂപ്പുകുത്തിയവരായിരിക്കാം. പക്ഷേ യെശയ്യായുടെ പ്രവചനത്തിൽ പിതാവായ ദൈവം വീണ്ടും അവതരിക്കുകയാണ്. ഞാൻ നിനക്ക് മുമ്പേ പോകും, മലകൾ ഇടിച്ച് നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും, അന്ധകാരത്തിലെ നിധി നിനക്ക് ഞാൻ തരും, രഹസ്യ സങ്കേതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ധനശേഖരം നിനക്ക് ഞാൻ കാണിച്ചു തരും. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ അരമുറുക്കി നിന്നെ ശുശ്രൂഷിക്കും. എത്ര ഭംഗിയായിട്ടാണ് ദൈവം ആ പ്രവാചകനിലൂടെ താൻ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആരാണ് ഒരു അരമുറുക്കി ശുശ്രൂഷിക്കുക? ഒരടിമയല്ലേ? ഒരടിമയാണ് യജമാനനെ ശുശ്രൂഷിക്കുക. ദൈവം നമ്മോട് പറയുകയാണ്, നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ അരമുറുക്കി നിന്നെ ശുശ്രൂഷിക്കും. മനോഹരമായ പാഠമാണ് ദൈവം നൽകുക.
അപ്പോൾ കാരുണ്യത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഈ കരുണയുടെ ഞായർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പിതാവായ ദൈവമാണ് കാരുണ്യവാൻ. അവിടുന്ന് നമ്മോട് അരുളി ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പാപികളായ നമുക്ക് വേണ്ടി ഈ ദൈവം തൻ്റെ ഏകജാതനെ നൽകി. കാരുണ്യത്തിന് ഇതിനപ്പുറത്തായിട്ടൊരു പാഠം ഉണ്ടോ, ഒരു മാതൃകയുണ്ടോ നമുക്ക് ലഭിക്കാൻ? ദൈവം തൻ്റെ ഏകജാതനെ നൽകി. ആ വലിയൊരു കാരുണ്യമാണ് ഈശോ. അതുകൊണ്ടാണ് ഈശോ നമ്മോട് പറയുക, പഠിപ്പിക്കുക, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. നിങ്ങളുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം എന്നെ അയച്ചത്. ഞാൻ ഈ കരുണ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ കരുണയുള്ളവനായിരിക്കുവിൻ. അതുകൊണ്ട് ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സ്വർഗസ്ഥനായ പിതാവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, കരുണ എന്താണെന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മെ പഠിപ്പിക്കുകയാണ്. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവരുമ്പോൾ അവളെ മോചിതയാക്കുന്നത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞു വിടുന്നത്, നിയമങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഫരിസേയരും നിയമജ്ഞരോടുമെല്ലാം ശാസിച്ചുകൊണ്ട് ഇതാ നിയമത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ടെന്നുള്ള കാരുണ്യത്തിൻ്റെ പാഠം അവർക്ക് ചൊല്ലിക്കൊടുക്കുന്നത്. ഒരു ധൂർത്തപുത്രൻ്റെ മനോഹരമായ ഉപമ, പിതാവായ ദൈവത്തിൽ നിന്ന് കാരുണ്യം സ്വന്തമാക്കിയ ഈശോയ്ക്കല്ലാതെ ആർക്കാണ് അവതരിപ്പിക്കുവാൻ സാധിക്കുക? തനിക്ക് എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അവന് മോതിരം കൊടുത്ത്, പുതിയ ചെരുപ്പ് കൊടുത്ത്, പുതിയ വസ്ത്രങ്ങൾ അണിയിച്ച്, കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കി അവനെ സ്വീകരിക്കുന്ന ഒരു ചിത്രം, പിതാവായ ദൈവത്തിൻ്റെ ചിത്രം, അത് ഈശോയ്ക്കല്ലാതെ മറ്റാർക്കാണ് അവതരിപ്പിക്കുവാൻ കഴിയുക? ഇവിടെയെല്ലാം കാരുണ്യത്തിൻ്റെ വലിയ ഭാവങ്ങളാണ് നമുക്ക് പങ്കുവെച്ച് തരിക. പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം. അപ്പോൾ നാം സഭയിൽ അംഗങ്ങളായിരിക്കുമ്പോൾ ഈശോയുടെ ശരീരത്തിൽ അംഗങ്ങളാണ്. അവിടുത്തെ ശരീരമാണ് സഭ. സഭയിൽ ഈശോ കരുണയായിരുന്നുവെങ്കിൽ നാം ഈശോയുടെ ശരീരത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ കാരുണ്യമുള്ളവരായിരിക്കണം. ഈ കാരുണ്യം എന്തുകൊണ്ട് നാം മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നു? കരുണ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകൾ നമുക്കുണ്ട്. അത് യഥാർത്ഥത്തിൽ കരുണയാകണമെങ്കിൽ അതിന് ഒരു മനോഭാവം, ഒരു പുണ്യം നമ്മിൽ നിറഞ്ഞു നിൽക്കുമ്പോഴേ കരുണയാകുകയുള്ളൂ. ഒരു വിധവയായ സ്ത്രീ ന്യായാധിപൻ്റെ അടുത്ത് എത്തിയല്ലോ. ആ സംഭവം നമുക്ക് ഈശോ നമ്മെ പഠിപ്പിച്ചത് നമുക്ക് നന്നായിട്ടറിയാം. ഈ വിധവയെ കൊണ്ട് ഞാൻ മടുത്തു, എത്രയോ തവണയാണ് എൻ്റെ അടുത്ത് വരുന്നത്, അതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കും. അവളോട് കാരുണ്യം കാണിക്കുക. ആ ന്യായാധിപന് ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന മനോഭാവം എന്താണ്? കരുണയുടെ ഏത് മനോഭാവമാണ്? നീതി നടപ്പിലാക്കി. ആ സ്ത്രീയോടുള്ള നീതിയാണ്. അവിടെ ശല്യം കൊണ്ടാണ് നീതി നടപ്പിലാക്കി കൊടുക്കുന്നത്. ചെയ്ത കാര്യം ഒന്ന് തന്നെ, കരുണയാണ്. ആ വിധവയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുത്തു. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഭാവമോ? നേർച്ചയിടുന്ന, ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്ന ആളുകളെ ഈശോ ചൂണ്ടിക്കാണിച്ചു. ധനികർ അവരുടെ ദശാംശം അതിൽ നേർച്ചയിട്ടു. എന്നാൽ വിധവ നേർച്ചയിടുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ വിധവയുടെ മനോഭാവവും ധനികരുടെ മനോഭാവവും. സക്കേവൂസ് തനിക്ക് മാനസാന്തരമുണ്ടാകുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. നല്ലൊരു യഹൂദൻ എന്ന നിലയിൽ നേരത്തെ തന്നെ ദശാംശം കൊടുത്തിരുന്നു. പക്ഷേ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ സക്കേവൂസിൽ നടത്തുന്ന ദശാംശത്തിൻ്റെ സ്വഭാവത്തിന് മറ്റൊരു രൂപമുണ്ട്, ഭാവമുണ്ട്. കരുണയ്ക്ക് മറ്റൊരു സ്വഭാവം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഫരിസേയൻ പറയുന്നില്ലേ, ഞാൻ എല്ലാ നിയമങ്ങളും പാലിക്കുന്നു, എൻ്റെ ദശാംശം കൃത്യമായിട്ട് ഞാൻ നൽകുന്നു. വിവിധ തരത്തിലുള്ള ദശാംശമുണ്ട്. പള്ളിയിൽ കൊടുക്കുന്നവർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് എല്ലാ ദശാംശവും ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ദശാംശം എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് ഫരിസേയൻ പറഞ്ഞു. എന്നാൽ പാവപ്പെട്ട ആ വ്യക്തി ഞാൻ പാപിയാണെന്ന് വിലപിക്കുമ്പോൾ യേശു ഏതിനെയാണ് സ്വീകരിക്കുന്നത്? ഫരിസേയൻ്റെ ദശാംശത്തിൻ്റെ മനോഭാവത്തെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കരുണയുടെ മനോഭാവവും ഇതുതന്നെ. നാം എല്ലാവരും ജീവിതത്തിൽ കരുണ ചെയ്യുന്നവരാണ്. ദശാംശം നാം കൊടുക്കും, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും.
നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കും, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കാരുണ്യത്തോടെ പെരുമാറും. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് അതിനെ കരുണയാക്കി തീർക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയുടെ ഭാവം അതിന് കൈവരിക. എന്താണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പുണ്യം? അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിൽ ചാലിച്ച കരുണയ്ക്കു മാത്രമേ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിലയുള്ളൂ. അതിനെ കരുണ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തതിനെ അഹങ്കാരം എന്നാണ് ആ ഫരിസേയൻ്റെ മനോഭാവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ വിളിക്കുക. നമ്മുടെ ഭവനങ്ങളിൽ നാം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു. മറ്റുള്ളവർ, ചുറ്റുമുള്ള സഹോദരങ്ങൾ എന്നെ വഴക്ക് പറയും, അവരെന്നെ ഇകഴ്ത്തി പറയും. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു, അവർ കാണുന്നതിന് വേണ്ടി, അവരുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി. അതിനെ കരുണ എന്ന് വിളിക്കുകയില്ല. കരുണ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി എൻ്റെ മാതാപിതാക്കളെ ഞാൻ പരിചരിക്കുന്നു, അവർക്ക് യാതൊരു വിഷമവും വരുത്തുകയില്ല എന്ന് കരുതുമ്പോഴേ അതിന് കരുണയുള്ളൂ. സീനായിലെ വിശുദ്ധ കാതറിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. വിശുദ്ധ കാതറിൻ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടുതൽ ആഴത്തിൽ നടന്നുപോയ വ്യക്തിയാണ് വിശുദ്ധ കാതറിൻ എന്ന് നമുക്കറിയാം. ഒരു ആശുപത്രിയിൽ മുറിവേറ്റ ഒരു വ്യക്തിയെ പരിചരിക്കുകയാണ്. ആ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മുറിവ് അഴിച്ച് കെട്ടുമ്പോൾ അതിൽ നിന്ന് വന്ന ദുർഗന്ധം, അത് വിശുദ്ധ കാതറിൻ മുഖം പൊത്തുകയാണ്. ആ ദുർഗന്ധത്തിൽ നിന്ന് അതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ഉടനെ ഈശോ അടുത്ത് വന്നിട്ട് വിശുദ്ധ കാതറിനോട് ചോദിക്കുക, നീ ആരുടെ മുറിവാണ് വെച്ച് കെട്ടുന്നത്? നിനക്ക് ഈ മുറിവ് വെച്ച് കെട്ടുന്നതിൽ നിന്ന് മറ്റുള്ളവരുടെ പ്രശംസയാണോ നിനക്ക് ആവശ്യം? ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വിശുദ്ധിക്ക് കാണുവാൻ സാധിച്ചു, ആ മുറിവേറ്റ് കിടക്കുന്നവൻ ഈശോയുടെ മുഖം. വളരെയധികം ദുഃഖമുണ്ടായി വിശുദ്ധിക്ക്. താൻ ഇന്ന് വരെ പിന്തുടർന്നു പോകുന്ന പുണ്യത്തിൻ്റെ വഴിയെന്ന് വ്യതിചലിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എനിക്ക് യേശുവിൻ്റെ മുഖം കാണാൻ സാധിച്ചില്ലല്ലോ. അവൾ വളരെ വ്യസനത്തോടുകൂടി ആ മുറിവ് കഴുകി ആ മലിനജലം പകരം എടുത്തു കുടിച്ചുകൊണ്ട് അതിന് പകരം വീട്ടി. താൻ ശുശ്രൂഷിച്ച ആ ശുശ്രൂഷയിൽ ഒരു നിമിഷം കാരുണ്യത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ അംശം കടന്നു ചെന്നില്ല എന്ന് വിശുദ്ധിക്ക് മനസ്സിലാക്കിയപ്പോൾ ആ മലിനജലം എടുത്ത് കുടിക്കുകയാണ് വിശുദ്ധി ചെയ്യുക. അതിന് പകരം ദൈവം അവൾക്ക് വലിയ കൃപ, അനുഗ്രഹം നൽകുകയാണ്. വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിശുദ്ധിയുടെ അടുത്ത് ഈശോ എത്തുകയാണ്. നീ ആ അവസരത്തിൽ നീ ചെയ്ത ആ പ്രവൃത്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിൻ്റെ വാ തുറക്കുക. വിശുദ്ധ കാതറിൻ വാ തുറന്നപ്പോൾ ദൈവം, ഈശോ തൻ്റെ തിരുവിലാവിൽ നിന്ന് തിരുരക്തമൊഴുക്കി വിശുദ്ധിക്ക് നൽകുകയും പിന്നീട് ഒരിക്കലും വിശുദ്ധിക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ല. ദീർഘനാളുകൾ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ജീവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കരുണയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തോടു കൂടി ചെയ്യാത്ത കാരുണ്യപ്രവർത്തികളേ അല്ല, അത് സ്വാർത്ഥ പ്രവൃത്തികളായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് ഈശോയുടെ മനോഭാവം സ്വീകരിക്കാം. അവിടുന്ന് വിശക്കുന്നവരെ കണ്ടപ്പോൾ ഇവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർക്ക് തോന്നുമ്പോൾ അവരോട് അനുകമ്പയോടുകൂടി, കാരുണ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത് ആരുടെയും പ്രശംസയ്ക്ക് വേണ്ടിയിട്ടല്ല. ഈശോ രോഗികൾക്ക് സൗഖ്യം നൽകി, വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചു. ഇക്കാര്യം ആരോടും പറയരുത് എന്നാണ് ഈശോ കൽപ്പിക്കുന്നത്. അതാണ് ഈ യേശുവിൽ നിന്ന് നമുക്ക് പഠിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഈശോയിൽ നിന്നാണ് പഠിക്കുവാൻ സാധിക്കുന്നത്, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരുണ്യത്തിൻ്റെ ഈ ദിവസം, കാരുണ്യ ഞായർ, കരുണയുടെ ഞായർ, കരുണയുടെ മഹാജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ പിതാവായ ദൈവം കാരുണ്യവാനാണ്. ഞാനും കാരുണ്യവാനായിരിക്കണം. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ എൻ്റെ ചുറ്റിലുമുള്ളവരോട് കാരുണ്യത്തോടെ പെരുമാറണം. ആ കാരുണ്യത്തോടെ പെരുമാറാൻ എനിക്ക് സാധിക്കണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിലേ തിക്താനുഭവങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എനിക്ക് ആ കാരുണ്യത്തോടെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. ആ കാരുണ്യവും സ്നേഹവും എന്നും നമുക്കുണ്ടായിരിക്കാം. കാരുണ്യത്തിന് ഒരമ്മയാണുള്ളത്, പരിശുദ്ധ കന്യകാമറിയം. ഏറ്റവും വലിയ കാരുണ്യം അനുഭവിച്ചവളാണ് അമ്മ. അമ്മ പറയുകയാണ്, ഇതാ ഞാൻ കാരുണ്യം, ദൈവത്തിൻ്റെ കാരുണ്യം, അനന്തമായ കാരുണ്യം അനുഭവിച്ചു. അമ്മ അതുകൊണ്ട് നമുക്ക് കാരുണ്യത്തിൻ്റെ അമ്മയായിട്ട് എന്നും നിൽക്കുകയാണ്. നമുക്ക് അമ്മയോടൊപ്പം യാത്ര ചെയ്യാം. അമ്മ നമ്മെ പഠിപ്പിച്ച കാരുണ്യം നമുക്ക് സ്വന്തമാക്കാം. ഈശോയിലൂടെയുള്ള കാരുണ്യം നമുക്ക് സ്നേഹത്തോടു കൂടി ചേർത്ത് വെക്കാം. കരുണയുടെ വർഷത്തിൽ
കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. ഒന്ന് മാത്രമേ ഉള്ളൂ: ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ കരുണയോടെ പ്രവർത്തിക്കുന്നു. മറ്റൊരു മനോഭാവവും കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയായി തീരുകയില്ല. നമുക്ക് കരുണയുള്ളവരായിരിക്കാം, നമ്മോട് തന്നെ കരുണയുള്ളവരായിരിക്കാം, നാം കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും കരുണയുള്ളവരായിരിക്കാം. അങ്ങനെ പിതാവായ ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമുക്കും കരുണയുള്ളവരായിരിക്കാം. ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങ് കാരുണ്യത്തോടെ ഞങ്ങളോട് വർത്തിച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഞങ്ങളെ അങ്ങ് സ്നേഹിച്ചു. മരുഭൂമിയിൽ നിശബ്ദത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ഞങ്ങളെ കണ്ടെത്തി വാരിപ്പുണരുന്നു. അമ്മയെ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചു. നല്ല കള്ളനോട് അവസാന നിമിഷം നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അങ്ങ് കലവറയില്ലാത്ത സ്നേഹം നൽകി. കർത്താവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ പലപ്പോഴും കരുണയില്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് ഓർക്കരുതേ. കോപത്തോടുകൂടി ഞങ്ങളെ ശിക്ഷിക്കരുതേ, ശാസിക്കരുതേ. അങ്ങ് കാരുണ്യവാനാണെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണമേ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും കാരുണ്യത്തോടെ സ്നേഹം നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളോട് തന്നെ കരുണയായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വിശുദ്ധ കാതറിൻ മറ്റുള്ളവർക്ക് കരുണ നൽകിയതുപോലെ വിശുദ്ധിയുടെ മാതൃക ഞങ്ങളെ പഠിപ്പിക്കണമേ. കണ്ടുമുട്ടുന്ന എല്ലാവരിലും അവിടുത്തെ സ്നേഹത്തിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞ് കാരുണ്യം നൽകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.